പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ അപൂർവ സൗന്ദര്യമുള്ള നാഗലിംഗം മരത്തിന്റെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. പൂവിന്റെ നടുവിലുള്ള രൂപം ശിവലിംഗത്തെയും അതിനു മുകളിലായി വിരിയുന്ന പാമ്പിന്റെ ഫണത്തെയും ഓർമ്മിപ്പിക്കുന്നതിനാലാണ് ഇതിന് നാഗലിംഗം എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. പയ്യന്നൂർ മഹാദേവ ഗ്രാമം പ്രദേശത്ത് അപൂർവ സൗന്ദര്യമുള്ള നാഗലിംഗം മരത്തിന്റെ പൂക്കൾ വിരിഞ്ഞത് നാട്ടുകാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഈ വൃക്ഷം കാനൻ ബോൾ ട്രീ എന്ന പേരിലും അറിയപ്പെടുന്നു. പീരങ്കി ഉണ്ടകൾ പോലുള്ള കായകൾ ഉണ്ടാകുന്നതിനാലാണ് ഇതിന് ഇംഗ്ലീഷിൽ കാനൻ ബോൾ ട്രീ എന്ന് പറയുന്നത്. വലിയ ചുവപ്പ് ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് ഈ മരത്തിന്റെ പ്രധാന ആകർഷണം. പൂവിന്റെ നടുവിലുള്ള രൂപം ശിവലിംഗത്തെയും അതിനു മുകളിലായി വിരിയുന്ന പാമ്പിന്റെ ഫണത്തെയും ഓർമ്മിപ്പിക്കുന്നതിനാൽ നാഗലിംഗം എന്ന പേര് ലഭിച്ചതായി ടി.പി. പത്മനാഭൻ മാസ്റ്റർ പറയുന്നു. മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചു നോക്കുമ്പോൾ പലപ്പോഴും അത്ഭുതകരമായ പലതും കാണുകയും അവയൊക്കെ തന്നെ കൂടുതൽ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. 35 മീറ്ററിലധികം ഉയരം വരികയും 5-8 പേർ ചുറ്റും നിന്ന് പിടിച്ചാൽ പോലും പിടിയെത്താതെ വിധം വണ്ണം വെക്കുന്നതുമായ ഒരു മരം. ആ മരത്തിൻ്റെ വേര് മുതൽ മുകളിലോളം ധാരാളമായി കാണ്ഡത്തിൽ നിന്ന് നാരുകൾ പോലെയുള്ള തണ്ടുകൾ വിരിഞ്ഞു വരികയും അവയിൽ നിറയെ ആയിരക്കണക്കിന് പൂക്കൾ, ആ പൂക്കളാണെങ്കിൽ നല്ല പിങ്ക് നിറവും അതേപോലെ തന്നെ അതിന് ധാരാളം കേസരങ്ങളും പൂമ്പൊടിയും അതിൻ്റെ മധ്യഭാഗത്ത് പരാഗണ സ്ഥലത്ത് ഒരു വെള്ള നിറം, ആ പരാഗണ സ്ഥലത്തെ വെള്ള നിറത്തിൽ ഏതാണ്ട് മനുഷ്യൻ ശിവലിംഗം രൂപം ആരോപിക്കുകയും ചെയ്യുകയാണ്. വിടർത്തി നിൽക്കുന്ന നാഗത്തിൻ്റെ പത്തിയെ പോലെയാണ് അതിൻ്റെ 6 ദളങ്ങളുള്ള ഒരു പുഷ്പമാണിത്. ഈ 6 ദളങ്ങളും വിടർത്തി നിൽക്കുന്ന പാമ്പിൻ്റെ പത്തിയെപ്പോലെയും അതിൻ്റെ പരാഗണ സ്ഥലം ത്തിലെ വെളുപ്പ് ശിവലിംഗത്തിൻ്റെ ആകൃതിയിൽ മനുഷ്യൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകതയായി പൂക്കൾ ശാഖകളിലല്ലാതെ മരത്തിന്റെ തണ്ടിൽ തന്നെ വിരിയുന്നു എന്നത് ശ്രദ്ധേയമാണ്. ദക്ഷിണ അമേരിക്കയിലാണ് ഈ വൃക്ഷത്തിന്റെ ഉത്ഭവമെങ്കിലും ഇന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇത് വ്യാപകമായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ശിവനുമായി ബന്ധമുള്ള പുഷ്പമെന്ന നിലയിൽ ഭക്തി ആചാരങ്ങളിലും ഇതിന് പ്രധാന സ്ഥാനമുണ്ട്. ഇതിനൊപ്പം വലിയ പന്ത് പോലുള്ള ഫലങ്ങളും ഈ വൃക്ഷത്തിൽ ഉണ്ടാകുന്നു. ഭാരം കൂടിയ ഈ ഫലങ്ങൾ താഴേക്ക് വീഴാൻ സാധ്യതയുള്ളതിനാൽ മരത്തിന്റെ സമീപത്ത് ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. പ്രകൃതി സൗന്ദര്യവും ആത്മീയ വിശ്വാസവും ഒത്തുചേരുന്ന നാഗലിംഗം ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.